ചെറുപ്പത്തിൽ ഭംഗിയില്ലാത്ത പെമ്പിള്ളേർ വലുതാകുമ്പോൾ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. ഇവളുടെ കേസിൽ ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. ജോലി കിട്ടിയതും ഒരു പക്വതയുള്ള ചെറുപ്പക്കാരനായി ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയി. അത് ഈ വടപള്ളി ജംഗ്ഷനിൽ ഭയങ്കര തീപിടുത്തം. അപ്പോൾ 2 വണ്ടി തമ്മിൽ ഇടിച്ച് ലേറ്റായി പോയി. മണം പോയില്ല, എന്തോ പറയണം. പുല്ലോ പുല്ല്. എൻ്റെ അമ്മയും ഫ്രണ്ട്സെല്ലാം പറയാറുണ്ട്, ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുമെന്ന്. കഷ്ടപ്പെടാൻ വരുന്നു. അല്ല, കഷ്ടപ്പെടാൻ വരുന്നു വന്ന നന്നായിരിക്കുമല്ലേ? ഒരാഴ്ചയായി. 2 വീക്സ്. 3 ആഴ്ചയായി. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നീ സമയത്തിന് വന്ന ഇഷ്ടാന്ന് പറയാൻ കാത്തിരിക്കുക. നീ വന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, നാളെ ഞാൻ കറക്റ്റ് സമയത്ത് വരാം. നാളെ ഞാൻ വരുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ബോൾട്ടെ, ഞാനാ 3 ആഴ്ചയായിട്ട് നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടേ? മണ്ടൻ. വേണ്ടല്ലേ? സോറി. When we talk about the world film history, we cannot forget the films like Seventh Seal of Ingmar Bergman and Citizen Kane of Orison Welles and Seven Samurai, Akira's, and Bicycle Thieves of Victoria de Silva and Pathet Panchali, of course. Who are you? Don't you have manners to come into my classroom without permission? Huh? This is not a fish market, okay? Country creeps. ഇവിടെ നോക്കടാ ഗുണ്ട. യു ഐ വിൽ കോൾ ദി സെക്യൂരിറ്റി. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. Acted and produced by Henry Fonda. And the specialty of this film is it's been shot in a single room. പത്തിക്കടാ പത്തിക്കടാ. ஆனா மேத்யூ கூட காசு கொடுத்துட்டு உங்களை பார்க்க போனா போது வளர பிள்ளைங்கன்னு பார்த்தா எனக்கு ஆட்டோ ஓட்டுறீங்களா? 1 மாசமா தான் வைக்கிறீங்க. நீ அவங்ககிட்ட கொடுத்தங்கற, அவன் போன் எடுக்க மாட்டேங்கிறா. போடுற போன். ஜான், என் அப்போ கால் அட்டென்ட் பண்ணல. நான் அப்புறம் அவங்ககிட்ட பேசிட்டு உங்களுக்கு கூப்பிடுறேன். ப்ளீஸ் அண்ணா. இந்த ப்ளீஸ் எல்லாம் பழந்துங்க கிட்ட சொல்டா. என்கிட்ட வேணாம். உனக்கு 1 மணி நேரம் தான் டைம். அவன் போன் எடுக்கல, இவனை தூக்கிடுவேன். அம்மே, என்னை பத்தி நல்லா தெரியும் ஜானனுக்கு. பார்த்து பொழைச்சுக்கோ. പോയാ ആകെ കുഴഞ്ഞല്ലോ. ഇന്ന് അവധി വല്ലതാണോ? അതെ, ഹലോ, എങ്ങനെ ഉള്ളിൽ പോണോ? ഉള്ളിൽ പോறது அந்த வழியா போ சார். അയ്യാ, ഇത് മണ്ടവലിയല്ല, MANDAVELI. അപ്പടി പോടുങ്ക. എവിടുന്ന് വന്നു ഉറക്കപ്പായെന്ന് എഴുന്നേറ്റേക്ക് പോന്നു. ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? സാർ, സാർ, என்னப்பா விஷயம்? കംപ്ലൈന്റ് എഴുതാനാ.
கம்ப்ளைண்டா சார்? அதுல வார்னிஷ் அடிச்சிருக்கு சார். இன்னும் காயல, நின்னுட்டே சொல்லுங்க. സാർ എൻ പൊണ്ണെ കാണോ ഒരുത്തൻ മേലെ കംപ്ലൈന്റ് കൊടുക്കണം. ஏட்டையா பேனாவை பாத்தீங்களா? സാർ தேங்க்யூ சார். உங்க பேர் என்ன சார்? ജോണിക്കുട്ടി കളത്തിപ്പറമ്പ്. ஜானி குட்டி களத்தில் பெரும்பில். ஆமா. உங்க பொண்ணு பேர் என்ன சார்? ജീന. ஜீனா. உங்க அட்ரஸ் சொல்லுங்க. മന്ദവേലി ഡിപ്പോയിൽ നിന്ന് നേരെ പോനാ ഒരു ബ്രിഡ്ജ് വരുമല്ലോ. அந்த பிரிட்ஜ் தாண்டி ஒரு லெஃப்ட் இருக்குது. அப்படியே திரும்பி அங்கிருந்து கொஞ்சம் முன்னாடி போனா ரைட் இருக்குது. அந்த ரைட்ல നിങ്ങൾ കുറെ അങ്ങോട്ട് പോയി കഴിയുമ്പോ പെരിയ 4 ബിൽഡിംഗ് വരും. അതിലെ കടശ ബിൽഡിംഗ് പച്ച പെയിന്റ് അടിച്ച സുബലക്ഷ്മി അപ്പാർട്ട്മെന്റ്സ്. അതിലെ நம்ம போயிட்டே. தயவு செஞ்சு உங்க அட்ரஸையும் டோர் நம்பரையும் சொல்லுங்க சார். ரூட் எல்லாம் எனக்கு சொல்ல வேணாம். சொல்லுங்க സാർ. അത് ജോണിക്കുട്ടി കളത്തിപ്പറമ്പിൽ 45. சார் உங்க வயசை கேட்கல சார். உங்க டோர் நம்பர் சொல்லுங்க சார். വയസ്സല്ല സാർ, ഡോർ നമ്പർ താൻ 45. 45 4th ക്രോസ് സ്ട്രീറ്റ്, 3rd മെയിൻ റോഡ്, മന്ദവേലി, ചെന്നൈ 28. ஓகே சார். எஸ்ஐ கொஞ்சம் பார்க்கணும் சார். வாங்க போங்க. எஸ்ஐ உள்ளதான் சார் இருக்காரு. பெயிண்ட் அடிக்கிற வேலை நடக்குதுல்ல. സാർ என்ன பிரச்சனை சொல்லுங்க. സാർ എന്റെ പേര് ജോണിക്കുട്ടി. ഓ, മലയാളിയാണല്ലേ? അതെ സാർ. പക്ഷേ കുറച്ചധികം കാലമായിട്ട് ഞങ്ങൾ ചെന്നൈ തന്നെയാണ്. ആയിക്കോട്ടെ, കാര്യം പറയൂ. യെസ്. സാറിന്റെ പേര്? സാർ അങ്ങനെ വിളിച്ചാൽ മതി. സാർ. മണി വേണ വന്ന കാര്യം പറ. സാർ എന്റെ മോളെ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി. ഓ, എന്നിട്ട് വിവരം വല്ലതും ഉണ്ടോ? സാർ രാവിലെ ഒരു 10 മണിയോട് കൂടി അവൻ എന്നെ വിളിച്ചിരുന്നു. ആര്? തട്ടിക്കൊണ്ടുപോയത്. അത് ശരി. വല്ലതും ഡിമാൻഡ് ചെയ്തോ? ഐ മീൻ ക്യാഷ് വല്ലോ? ഇല്ല സാർ, അവൻ ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ല. കാശൊന്നും ചോദിച്ചില്ലേ? ഇനി പെണ്ണിനെ വിൽക്കാനോ വല്ലോ ആയിരിക്കും. അയ്യോ സാർ. എന്ത് പറ്റി? അയ്യോ, സോറി മിസ്റ്റർ ജോണിക്കുട്ടി, അല്പം വെള്ളം കുടിക്കുന്നോ? വേണ്ട സാർ. ഓ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് സംശയമല്ല സാർ. പിന്നെ? ഉറപ്പാണ്. എന്റെ മോളെ സ്നേഹിച്ചിരുന്നവൻ മാത്യു, അവനാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ഓ, എനിക്ക് അവന്റെ നമ്പർ അറിയാം സാർ. സാർ 9711 9711 48 932 മാത്യു. ഓക്കെ, മകളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ. എടുക്ക്. സാർ ജീന, ഇതാണ് എന്റെ മോൾ. സാർ അവരെ ഏൽപ്പിക്കാതെ സാറ് തന്നെ എത്രയും വേഗം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം. മിസ്റ്റർ ജോണിക്കുട്ടി ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു. വിഷമ